ഒന്ന് തീമോത്തിയോസ് അതിൻ്റെ 4-ാം അധ്യായം, 1 തീമോത്തിയോസ് അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യങ്ങൾ. 1 തീമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യങ്ങൾ. നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാകേണ്ടതിന് ഇത് കരുതുക. ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ഒരിക്കൽ കൂടെ വാക്യം വായിക്കുന്നു. നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. എത്രപേർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ? നിന്റെ അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ എന്തുവാ? ദൈവം അനുഗ്രഹിച്ചത് എങ്ങനാകണം? എല്ലാവർക്കും. നിങ്ങളുടെ വാക്യത്തിന് കൂടെ വന്നേ. നിന്റെ അഭിവൃദ്ധി എന്നുള്ളതിനെ മാറ്റിയിട്ട് എൻ്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന്. കണ്ടോ? എൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എന്ത് ചെയ്യണം? പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. 2 കാര്യങ്ങളാണ് പറയുന്നത്. ദൈവത്തിൽ പ്രസിദ്ധനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുക, ദൈവത്താൽ ഉയർത്തപ്പെടുക, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുക. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു അനുഗ്രഹത്തെ? ദൈവത്താൽ ഒരു അനുഗ്രഹം വരണമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്താൽ ഒരു അനുഗ്രഹം ഞങ്ങളുടെ ഭവനത്തിൽ വരണം. എത്ര പേർ ആഗ്രഹിക്കുന്നു? ദൈവത്താൽ ഒരു അനുഗ്രഹം ഞങ്ങളുടെ തലമുറയ്ക്കകത്ത് വരണം. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ആകാം, നിങ്ങൾ ചെയ്യുന്ന വാഹനം ഓടിക്കുന്നതാകാം, നിങ്ങൾ ചെയ്യുന്ന ജോലിയാകാം, എന്തുമായിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയുമായിക്കോട്ടെ, അതിൻ്റെ എന്താകണം? ദൈവത്താൽ ഒരനുഗ്രഹം വരണം. മറ്റാരിലുമല്ല, മനുഷ്യന്റെ കഴിവുകൊണ്ടോ പ്രാപ്തി കൊണ്ടോ ആരാലും ഒരു അനുഗ്രഹം വരണം. ദൈവത്താൽ ആ അനുഗ്രഹം എങ്ങനായിരിക്കുന്നവരോ നിലനിൽക്കുന്ന അനുഗ്രഹമായി മാറും. ഇവിടെ പറയുന്ന വാക്കിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇതിനെ കരുതുക. ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തതിന്റെ ഒരു തുടർമാനമായി ഈ ആഴ്ച എടുത്തു പോകുന്നത്. പ്രസിദ്ധമായി തീരേണ്ടതിന് ഇതിനെ കരുതുക. ഇതിൽ തന്നെ എന്ത് ചെയ്യണം? ഇരുന്നു കൊള്ളണം. ലൂക്കോസിലേക്ക് പെട്ടെന്ന് വന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചുമപ്പാൻ പലരും പിരിഞ്ഞു. നമ്മുടെ ഇടയിൽ ലൂക്കോസിന്റെ സുവിശേഷം തുടങ്ങാൻ നിങ്ങൾ ശ്രദ്ധിച്ചത് നോക്കണേ. കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യം, നമ്മുടെ ഇടയിൽ പൂർണ്ണമായും പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കുന്നു. പലരും എന്ത് ചെയ്യാൻ എടുത്തിരിക്കുന്നു? പ്രാചീനിക്കുക. നമ്മുടെ ഇടയിലുള്ള ഒരു നിയമത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള കാര്യത്തെ ചമപ്പാൻ പലരും എന്ത് ചെയ്തിരിക്കുന്നു? പലരും തുനിഞ്ഞിരിക്കുന്നത് കൊണ്ട് 3-ാമത്തെ വാക്യം. നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടത്. നിനക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. അപ്പൊ ഒരാളെ നോക്കണം, ആരൊക്കെ എഴുതാൻ നിൽക്കുന്നുണ്ടോ? പലരും എഴുതാൻ നിൽക്കുക ചരിത്രത്തെ കുറിച്ച്. എന്നാൽ ഇവിടെ പറയുന്നു, ഇവിടെ കിട്ടി 3-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്നവർ. എവിടെ നിന്ന്? ഇതാ ദൈവത്തിന്റെ കരമെന്ന് പറയുന്നത്. നിനക്ക് ലഭിച്ചിരിക്കുന്നത്, ഞാൻ പറയും, ദൈവത്താൽ ഒരു പ്രസിദ്ധനാകണമെന്ന് വരിൽ ആരാൽ ലഭിക്കപ്പെടണം? ദൈവത്താൽ ലഭിക്കും. ഒന്നൊന്ന് പഠിച്ചിട്ട് പോകാന്ന് വെച്ചാൽ നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തകൾ. ആരിൽ നിന്ന് ലഭിക്കപ്പെട്ട ഉപദേശം? ദൈവത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം അറിയേണ്ടതിന് 4-ാമത്തെ വാക്യം. അത് ക്രമമായി.
അപ്പൊ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് എഴുതപ്പെടുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനാൽ യെശയ്യാവിനെ കൊണ്ട് എഴുതുന്നു. ദാനിയേൽ എഴുതപ്പെടുന്ന പരിശുദ്ധാത്മാവിനാൽ. മലാക്കി പ്രവാചകന്റെ പുസ്തകങ്ങൾ എഴുതപ്പെടുന്നത് പ്രവാചകന്മാർ, അങ്ങനെ പലരും ഇവിടെ പറയുന്നത് എങ്ങനെ ചെയ്യണം, അത് ക്രമമായി എഴുതുന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. ഇവിടെ പറയുന്നു മത്തായിയുടെ സുവിശേഷം 13-11 വാക്യം. മത്തായിയുടെ സുവിശേഷം 13 11 വാക്യം. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്കിക്കോണം, വേറിട്ട് നിങ്ങൾ നോക്കിക്കോണം. പലരും ചരിത്രം എഴുതാൻ നിൽക്കുന്നെങ്കിലും ആരുടെ ആത്മാവ് കൂടെ നിൽക്കുന്നവനോടാ പറയുന്നത്? ദൈവത്തിന്റെ ആത്മാവ്. ഇവിടെ പറയുന്നു അതെന്താണെന്നാ പറയാൻ പോകുന്നത്. അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ ആർക്ക്? നമുക്ക് വരം എന്തിരിക്കുന്നു? സ്വർഗരാജ്യത്തിന്റെ ആ മർമ്മം എന്താണെന്ന് അറിയാനുള്ള വരം ആർക്ക് ലഭിക്കപ്പെട്ടിട്ടുണ്ട്? ഓ, നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ടോ? ഈ മർമ്മം അകത്ത് ലഭിക്കപ്പെട്ടാലേ ആരാധിക്കാൻ പറ്റുള്ളൂ. ഈ മർമ്മം അകത്ത് കെട്ടിയവനെ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുള്ളൂ. ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് ഒരാൾ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ കൃപയിലേക്ക് നിൽക്കണമെന്ന് വരികിൽ, ദൈവത്തിലേക്ക് നിൽക്കണമെന്ന് വരികിൽ അവൻ എന്ത് കിട്ടുമെന്ന്? സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. എന്നിട്ടോ അവർക്ക് ലഭിച്ചിട്ടില്ല. വ്യത്യാസം നിങ്ങളുടെ അകത്ത് കിട്ടുന്നുണ്ടോ? ദൈവത്തെ എന്തുകൊണ്ട് ആരാധിക്കാൻ പറ്റുന്നു? ദൈവത്തെ എന്തുകൊണ്ട് മഹത്വപ്പെടുത്താൻ പറ്റുന്നു? ദൈവം ആരാണെന്ന് നിങ്ങളുടെ അകത്തൊരു വെളിപ്പാട് വേണം. ഹല്ലേലൂയ. ഇന്ന് പകല് നിങ്ങളുടെ അകത്ത് ദൈവം ആരാണെന്ന് എന്റെ അകത്തൊരു ബോധ്യമുണ്ടെങ്കിൽ എല്ലാറ്റിനേക്കാൾ ഇമ്പോർട്ടന്റ് ഞാൻ ദൈവത്തിന് കൊടുക്കും. എന്റെ ഭാവിയെ തിരിക്കാൻ അറിയുന്നവൻ, എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ പേർ ചൊല്ലി വിളിച്ചവൻ, എന്റെ വഴിയും വാതിലും തുറന്നവൻ, എന്നെ നിരാശപ്പെടുത്താൻ നടത്തിയവൻ, എനിക്കൊരു ഉടയവൻ ഉണ്ടെന്ന് എന്റെ അകത്തൊരു ബോധ്യം വരുന്നെങ്കിൽ മറ്റൊരുവരിലും അല്ല രക്ഷയിരിക്കുന്നത്. എനിക്ക് ഒരുവരിൽ രക്ഷയുണ്ട്, അവനെ മാത്രം ഞാൻ മഹത്വപ്പെടുത്തും. എങ്ങനെ എനിക്കത് ലഭിക്കപ്പെട്ടു? സ്വർഗത്തിലെ സ്വർഗരാജ്യത്തിന്റെ മർമ്മം അറിയുവാൻ എനിക്ക് എന്തിരിക്കുന്നു? വരം ലഭിച്ചിരിക്കുന്നു, കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണ എന്നാന്ന് ഞാൻ തിരിച്ചറിയണം. ആരാണെന്ന് ദൈവം ആരാണെന്ന് ഞാൻ തിരിച്ചറിയണം. ദൈവത്തിന് എന്നോടുള്ള താല്പര്യം എന്താണെന്ന് തിരിച്ചറിയണം. ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തെ തിരിച്ചറിയണം. ഇത് നമ്മളെ അറിയാതെ പോകുന്നിടത്തോളം കാലം ദൈവത്തിന്റെ വഴി നമ്മൾ നിൽക്കത്തില്ല. നമുക്ക് സമയമുള്ളപ്പോൾ നമ്മൾ ആരാധനയ്ക്ക് പോകും, സമയമുള്ളപ്പോൾ നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യും. ഇന്ന് നല്ലൊരു ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥന വേണ്ടെന്ന് വെക്കും, ക്രിക്കറ്റ് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറയും. നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറയും, അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെല്ലാം കറക്റ്റ് ടൈം പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ്. അപ്പൊ ഇവിടെ ബൈബിൾ പറയുന്നു നമുക്ക് ആ മഹത്വത്തെ കൊടുക്കുവാൻ. നമുക്കൊരു കല്യാണം വന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് പോകണ്ട, ആരാധനയ്ക്ക് പോകണ്ട. നമുക്ക് എന്തെങ്കിലും ഏതിനും നമ്മൾ ഒഴിവൊഴി പറയും. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഈ ദൈവരാജ്യത്തിന്റെ ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് കൃപ ലഭിച്ചു. അവർക്കോ ലഭിക്കപ്പെടാത്തവൻ. 2 തലങ്ങൾ ഓർത്തോളാം. ഇന്ന് നിങ്ങളുടെ അകത്ത് ഈ 2 മണ്ഡലങ്ങൾ ഓർത്താൽ അറിഞ്ഞവൻ എന്ത് ചെയ്യും? ഓ, എന്റെ കൂടെ നിങ്ങളില്ല. അറിഞ്ഞവൻ ദൈവത്തെ ആരാധിക്കും, അറിഞ്ഞവൻ ദൈവസന്നിധി ഉപവസിക്കും, അറിഞ്ഞവൻ എവിടെ ആരാധിക്കാൻ എവിടെ സമയം കിട്ടിയാൽ അവൻ ദൈവസന്നിധിയിൽ ഇരിക്കും, അവൻ ദൈവത്തോട് സംസാരിക്കും. അല്ലാത്തവനോ? ദൈവരാജ്യത്തിന്റെ മർമ്മം അകത്തിൽ ലഭിക്കപ്പെടാതിരിക്കും. നിങ്ങൾ അകത്തൊന്നും കിടക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത്. ദൈവരാജ്യത്തിന്റെ മർമ്മം വെളിപ്പെടാതിരിക്കുന്ന ഒരുവന് ഇതിനെ എന്തായി കാണും? നിസ്സാരമായി കാണും. കഴിഞ്ഞ ഒരു ദിവസം യൂട്യൂബിന് അടിയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒത്തിരി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥിക്കൊന്നും വേണ്ട, വന്നോളൂ. യേശു പറഞ്ഞ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി വിട്ടുപോകത്തില്ല എന്നും അവൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ പറഞ്ഞ് പ്രാർത്ഥിക്കും വേണ്ട, വന്നു ചേരും, ചേരേണ്ടതൊക്കെ ചേർന്നോളൂ. അപ്പൊ ഇവിടെ ഓർത്തോണം, ഇതിന്റെ മർമ്മം വെളിപ്പെട്ടാലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ മർമ്മം അകത്ത് കയറിയാൽ അത്ഭുതം കാണാൻ പറ്റുള്ളൂ. മർമ്മം അകത്ത് കയറിയവനെ തകർക്കാൻ ഒരുത്തനും പറ്റത്തില്ല. ഓ, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്വർഗരാജ്യത്തിന്റെ മർമ്മം ഒരുവന്റെ അകത്ത് വെളിപ്പെടാൻ തുടങ്ങിയാൽ ഈ ലോകത്തിനകത്ത് മുഴുവൻ
മനുഷ്യൻ നിനക്കെതിരായാൽ സ്വർഗം നിനക്ക് അനുകൂലമാണെങ്കിൽ ആമേൻ അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് തലമുറയ്ക്കകത്ത് വെളിപ്പെടും. ഇത് വെളിപ്പെടണമെന്ന് വരികിൽ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല, അവർക്ക് ലഭിക്കപ്പെട്ടിട്ടില്ല. ലഭിക്കപ്പെടാത്തവൻ പലതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇത് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ കൊണ്ടുവരാൻ പോവുക. സ്വർഗരാജ്യത്തിന്റെ മർമ്മം എങ്ങനെ വെളിപ്പെടാൻ പോകുന്നത് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേർ വിശ്വാസത്തോടെ ഉണ്ട്? ഉള്ളവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. യോവേൽ പ്രവാചകന്റെ പുസ്തകം. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിത്തിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഇവിടെ ദൈവം പറയാം. ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന സബ്ജക്ട് നിങ്ങളുടെ അകത്ത് മനസ്സിലായോ? ദൈവരാജ്യത്തിന്റെ മർമ്മം മനസ്സിലായവരും മനസ്സിലാകാത്തവരും, ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലായവരും മനസ്സിലാകാത്തവരും, ദൈവരാജ്യത്തിന്റെ മർമ്മം അകത്ത് വെളിപ്പെടാൻ ഞാൻ ഇതിലേക്ക് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാം. സാമ പ്രസാദോട് വിളിക്കുക, രണ്ടുപേരും പ്രസാദ് നല്ല മനസ്സിലാവുള്ളൂ. നിങ്ങൾ രണ്ടുപേരും സ്റ്റേജ് ഇവരെ രണ്ടുപേരും ദൈവം വിളിച്ച വിശ്വസിക്കുന്നു? നിങ്ങളുടെ വാദം തുറക്കുന്നില്ല. ഇവരെ രണ്ടുപേരും ദൈവം വിളിച്ചത് ആണ്. പിതാവ് ആകർഷിക്കാതെ പുത്രൻ തമ്പുരാന്റെ അടുത്ത് ആരും വരുന്നില്ല. അപ്പൊ ഉറപ്പുണ്ട് ഇവരെ രണ്ടുപേരെയും ആര് വിളിച്ചതാണ്? ദൈവം മർമ്മം ഞാൻ കൊണ്ടുവരാൻ പോവുക. നിങ്ങളുടെ അകത്ത് ആത്മാവ് കത്തും, വലിയൊരു അത്ഭുതം നടക്കുമ്പോ ഇവർ രണ്ടുപേരെയും ദൈവം വിളിച്ചതാണ്. ഇവർ രണ്ടുപേരും തിരിഞ്ഞു വന്നേ, നീ ഇങ്ങോട്ടേക്ക് നടന്നു വന്നേ. രണ്ടുപേരെ വിളിച്ചതല്ലേ? നീ ഇങ്ങോട്ട് വയ്ക്കും. ഇവര് രണ്ടുപേരെ വിളിച്ചെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നേ. ഇവൻ അനുഗ്രഹത്തിലേക്ക് കടന്നുപോയി. പിടികിട്ടിയേ? ഇവൻ ഇങ്ങോട്ട് വാ. ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാറുണ്ട്. ഇപ്പൊ ഈ ഓരോ സ്റ്റെപ്പ് വെച്ചേ 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷം ഇവൻ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ബ്ലസ്സിംഗിലേക്ക് പോവാ. ഈ മനുഷ്യൻ 5 വർഷമായിട്ടും ഒരൊറ്റ നിപ്പ് നിൽക്കുക. പിടികിട്ടുന്നോ? ബാധ്യതകൾ ഒത്തിരി, പ്രശ്നങ്ങൾ ഒത്തിരി, ഒരു വാതിലും തുറന്നിട്ടില്ല. പക്ഷെ അകത്തൊരു കാര്യം പറയാം, ദൈവരാജ്യത്തിന്റെ മർമ്മം അകത്ത് കിടപ്പുണ്ട്. ഓ ഹല്ലേലൂയ! എത്ര പേര് വരുന്നുണ്ട്? എത്ര പേർ അകത്ത് വെളിപ്പെടുന്നുണ്ട്? ദൈവരാജ്യത്തിന്റെ മർമ്മം ഈ മനുഷ്യന്റെ അകത്ത് നിൽപ്പുണ്ട്. ഇവൻ സ്റ്റഡി ആയിട്ട് ദൈവസ്ഥലത്ത് നിൽക്കുക. ഈ മർമ്മം വെളിപ്പെട്ടവൻ നിൽക്കുക. വർഷങ്ങൾ ഒരാൾ മുന്നോട്ട് നടന്ന് അനുഗ്രഹത്തിലേക്ക് വന്നത് രണ്ടുപേരും എങ്ങനെ ഒരുമിച്ച അല്ലേ? രണ്ടുപേരും ദൈവം വിളിച്ചവൻ, രണ്ടുപേരും വിളിച്ചത് ആരാ? ദൈവമാ. നിങ്ങൾ എന്റെ കൂടെ വന്നാലേ നല്ല വേഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. രണ്ടുപേരും ദൈവം വിളിച്ചതാ. ഇപ്പൊ സാം എവിടെ ചെന്നു? സെയിൽസോടെ അനുഗ്രഹത്തിൽ ചെന്നു. ഈ നിൽക്കുന്ന മനുഷ്യനോ? ഈ മനുഷ്യൻ നിൽക്കുന്നത് അനുഗ്രഹത്തിൽ വന്നിട്ടില്ല, പക്ഷെ വിളിച്ചതാരാ? ഇന്ന് പകൽ പിടിക്കുന്നത് പറയാൻ കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യത്തിന്റെ മർമ്മ ഞാൻ പറയും. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 25 വായിച്ചേ. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞു. നന്മ എന്ത് ചെയ്തു? തിന്നുകളഞ്ഞു. ദൈവം അറിയാതല്ലേ? തിന്നുകളഞ്ഞിരിക്കുക. എന്നിട്ട് പറയാ തിന്നുകളഞ്ഞ എത്ര വർഷം? സംവത്സരങ്ങൾ, വർഷങ്ങൾ. ഒരാൾ അനുഗ്രഹത്തിലേക്ക് പോയി, ഒരാള് എവിടെ നിൽക്കുന്നു? ഒരു നന്മപ്പെടൽ വെളിപ്പെടാതെ നിൽക്കുക. ദൈവരാജ്യത്തിന്റെ മർമ്മം ഞാൻ കൊണ്ടുവരുന്നേ. അവൻ ദൈവരാജ്യത്ത് വന്നു സ്തോത്രം ചെയ്യും. നമ്മുടെ ഒരാൾ പറയപ്പെട്ടോ അവന്റെ പ്രാർത്ഥന കൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടോ ഇവനെ ശരിയല്ല എന്ന് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പറയുന്നതിനിടയിൽ ഈ മനുഷ്യൻ നടന്ന് സാധിച്ചത് അനുഗ്രഹത്തിൽ കയറി നല്ലൊരു അനുഗ്രഹത്തിലേക്ക് വന്നു. ഇപ്പോഴും വിശ്വാസത്തിൽ വന്നിട്ട് ഇപ്പോഴും വഴികൾ തുറന്നിട്ടില്ല. അപ്പൊ ഇവിടെ നിന്നോട് നോക്കണം. ദൈവം പറഞ്ഞു വെട്ടുക്കിളിയും തുള്ളലും തിന്നു മുടിച്ച ഒരു കാലമുണ്ടെങ്കിൽ എന്നിട്ട് പറയും. എന്തിനു പറയും? എന്നിട്ട് പറയുന്നു ഞാൻ നിങ്ങൾക്ക് പകരം തരും. അപ്പൊ സ്വർഗം നേരെ വന്നു ആരുടെ അരികിലേക്ക്?
അവൻ ഈ മുഴുവൻ നഷ്ടപ്പെട്ടവൻ അരികിലേക്ക് സ്വർഗം വന്നു. സ്വർഗം വന്ന് ഇവന്റെ കയ്യിലങ്ങ് പിടിച്ചു. അവൻ സ്വർഗം അവനെ നടത്തിക്കൊണ്ട് പോകാൻ തുടങ്ങി. ഇന്ന് പകൽ ഈ മർമ്മം പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ വിശ്വാസത്തോടെ ഇന്ന് പകൽ പിടികിട്ടുന്നുണ്ട്? അവൻ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് പുറകോട്ട് പോകില്ല. നഷ്ടപ്പെട്ടു പോയ ആത്മാവിന് അറിവാണെങ്കിൽ ഇന്ന് പകലിൽ പറഞ്ഞ് ഒരു അനുഗ്രഹത്തിലേക്ക് സ്വർഗത്തിന്റെ ദൈവം നമ്മെ കൊണ്ടുവരും. നിനക്ക് എത്ര നഷ്ടപ്പെട്ടു എന്ന് പോയാലും നിന്നെ വിളിച്ച ഒരു വിശ്വസ്തനാണെങ്കിൽ ഇന്ന് സഭയിലെത്തത് അത് നിനക്ക് തിരിച്ചു വരാൻ പോകുക. ഞാൻ ഇവരെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയാം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്ന അറിയുമോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്ന അറിയില്ലേ? റോമാലേഖനം എടുത്തു 8-ാം അധ്യായം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിച്ചു. റോമാലേഖനം 8:28 8-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം പറയും, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ ഈ നിപ്പത് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചോ? എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്റെ കൂടെ നിൽപ്പുണ്ടോ? അമ്മ ചിലർ പറഞ്ഞു, മോനെ ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല, കൊട്ടാൻ നടന്നിട്ടൊരു കാര്യമില്ല, പ്രാർത്ഥിക്കാൻ നടന്നിട്ടൊരു കാര്യമില്ല, നീ വാ. അമ്മയുടെ പള്ളിയിൽ പോയി അമ്മ ഉരുള് നേർച്ച നടത്തിയ നിനക്ക് പ്രതിഫലമുണ്ട്, കുരുത്തോല പിടിച്ചാൽ നിനക്ക് നേരുണ്ട്. പക്ഷെ ദൈവരാജ്യത്തിന്റെ മർമ്മം ഈ മനുഷ്യന്റെ അകത്ത് ദൈവം ഇട്ടിരിക്കുക. ഇന്ന് പകലറിയണം, അമ്മയല്ല അമ്മ സൃഷ്ടിച്ചവനെ ഞാൻ പ്രസംഗിക്കുന്നത്, അമ്മ പുണ്യവാന്മാരെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്, ജീവനെ കൊടുത്ത ഒരു യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നത്. സ്വർഗത്തിന്റെ മർമ്മം അകത്ത് കയറിയവൻ പ്രതികൂലം വന്നാൽ മാറിപ്പോകത്തില്ല, പ്രതിസന്ധി വന്നാൽ മാറിപ്പോകത്തില്ല. അവന്റെ അകത്ത് ആത്മാവിന്റെ ഒരു തീജ്വാലയുണ്ട്, ഒരു അഭിഷേകം ദൈവം കൊടുത്തിട്ടുണ്ട്. അവൻ ദൈവ വചനത്തിന് വിത്തകത്ത് വീണിട്ടുണ്ട്. അവൻ കിളർക്കുക തന്നെ ചെയ്യും, അവൻ കിളർക്കുക തന്നെ ചെയ്യും, അവൻ കിളർക്കുക തന്നെ ചെയ്യും. എത്ര ആമീൻ പറഞ്ഞു ഇന്ന് സഭ ഏറ്റെടുക്കുന്നു. ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ റോമാലേഖനത്തിനകത്ത് വന്നപ്പോ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഇന്ന് പകൽ സഭയെടുത്തോ സകലവും നന്മയ്ക്കായി, ഇന്ന് സകലവും നന്മയ്ക്കായി കൂടി വരിക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനാൽ സ്വർഗ ദൈവരാജ്യത്തിന്റെ മർമ്മം പിടികിട്ടിയവൻ, ദൈവരാജ്യത്തിന്റെ കവി വഴി മനസ്സിലാക്കിയവൻ ഒരിക്കലും അവൻ പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. അവൻ അറിയാം ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗം എന്റെ കരം പിടിക്കുക തന്നെ. ഓ വിശ്വസിക്കുക, ഇന്ന് നഷ്ടപ്പെട്ടതിനെ അല്ല ഞാൻ വിളിച്ചു പറയുന്നത്, സ്വർഗം എന്നെ ഒരു അനുഗ്രഹത്തിലേക്ക് വിളിച്ചേക്കുന്നത് യേശുവിന്റെ നാമത്തിൽ. അതിൽ വിശ്വാസം ഏറ്റെടുക്കുന്നുണ്ട്. ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. സ്വർഗത്തിലെ ദൈവം നമ്പരാൻ വിളിച്ചിറക്കുമ്പോ ആ സ്വർഗത്തിലെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് പറയുന്നു, അവൻ ദൈവരാജ്യത്തിന്റെ മർമ്മം ഒരുവന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. തക്ക സമയമാകുമ്പോ നിന്റെ അരികിലേക്ക് സ്വർഗം ഇറങ്ങാൻ തുടങ്ങുക. ഇന്ന് പകൽക്കാലം ആര് നിനക്ക് വാതിൽ തുറന്നില്ലാലും, ആര് നിന്നെ ചേർത്തില്ലെങ്കിലും, ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും, ആര് നിന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. അവൻ തക്ക സമയത്തിറങ്ങി നിന്റെ കരം പിടിച്ചിട്ട് സ്വർഗത്തിലെ ദൈവം നടത്തിക്കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം. ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെയാ പറയുന്ന വാക്ക് നിങ്ങളുടെ അകത്തു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവര് എവിടെ ഞാൻ നിൽക്കുന്നറിയോ? വെട്ടുക്കിളിയും തുള്ളനും തിന്ന് മുടിച്ച കാലത്ത് ഒരു നന്മ എനിക്ക് പറയാനില്ല, ഒരു നേരത്തെ ആഹാരം എന്റെ അകത്തില്ലായിരിക്കാം, ഒരു വഴികൾ എന്റെ മുന്നിലില്ലായിരിക്കാം, ഞാൻ കഷ്ടതയ്ക്കകത്ത് നിൽക്കുക, എന്റെ തലമുറയെ കുറിച്ച് ഞാൻ കരയുന്നുണ്ടായിരിക്കാം. ഇന്ന് നിലവിളിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നത്, അവൻ നിന്നെ മറക്കാത്ത ഒരു ദൈവമുണ്ട്. എന്നിട്ട് ബൈബിൾ പറയുക, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവര്. ഇന്ന് പകൽ ഈ സഭയ്ക്കകത്ത് പേര് വിളിച്ചു പറയും, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. ഓ നിർണയപ്രകാരം. എന്നിട്ട് പറയാ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ഓ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ സകലവും നന്മയ്ക്കായി. ഓ ഇന്ന് ഓ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും, നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നിന്റെ മക്കളകത്ത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഏറ്റെടുത്തു നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇന്ന് കാണുന്ന കഷ്ടതയ്ക്കകത്തല്ലാണ് സ്വർഗം നിന്നെ വിളിച്ചെടുക്കാൻ പോവുക. സ്വർഗം നിനക്ക് വേണ്ടി വഴിയൊരുക്കാൻ പോവുക. ഇന്ന് കാണുന്ന കഷ്ടതയെ കാണരുത്, ഇന്ന് കാണുന്ന കഷ്ടതയെ കണ്ട് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അത് സകലവും നന്മയ്ക്കായി, അത് സകലവും നന്മയ്ക്കായി. ഓ റസബന റത്തൽ, ഓ റബന വൈഡവര ശബ്ദൻ, യേശുവിന്റെ നാമത്തിൽ അത് നന്മയ്ക്കായി, അത് നന്മയ്ക്കായി, അതിന്റെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നന്മയ്ക്കായി യേശുവിന്റെ നാമത്തിൽ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സ്വർഗം ഇന്ന് പകൽ പറയുന്നു, സ്വർഗത്തിന്റെ മണ്ണിൽ ദൈവരാജ്യത്തിന്റെ മർമ്മം അറിഞ്ഞവൻ അവൻ പിന്മാറത്തില്ല, അവൻ പിന്മാറിപ്പോകത്തില്ല. അവൻ ദൈവസ്ഥലേക്ക് വെട്ടുകിളി തുള്ളനെ തിന്ന് മുടിച്ച കാലമുണ്ടോ അത് മടക്കി തരുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. അത്
അനേകം സഹോദരന്മാരിൽ ജാതനാകേണ്ടതിന്. യേശു വന്നത് തന്നെ എന്നതിനറിയോ? യേശു വന്നത് തന്നെ എന്നതിനറിയോ? എന്റെ സഹോദരനാകാനാ. എന്റെ കൂടെ നിങ്ങളുണ്ടെന്ന് തോന്നില്ല. യേശുവിനെ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് പ്രകാശിന്റെ സഹോദരനാക്കാനാ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വാസം ഏറ്റെടുക്കുന്നു? ഞാൻ പിടികിട്ടുന്നുണ്ടോ? സ്വർഗരാജ്യത്തിൽ സ്വർഗത്തിലെ ദൈവവും യേശു ഞാൻ എന്ന് പറയുന്ന ബന്ധത്തെ അണിഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ പറയുന്നു അവൻ മുന്നറിഞ്ഞവരെ, നേരത്തെ അറിഞ്ഞവരെ, തന്റെ പുത്രന്, തന്റെ പുത്രനാരാ? യേശുക്രിസ്തുവാ. തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ യേശു ആരായി മാറിയെന്നറിയോ? എന്റെ മൂത്ത ചേട്ടനായി മാറി. ഇന്ന് പകലറിയണ ചില കുടുംബത്തിനകത്ത് ചില മൂത്ത സഹോദരന്മാർ നിന്നുണ്ടോ? അപ്പനെ പോലെ ഇന്ന് പകലറിഞ്ഞു. അതുകൊണ്ട് ചിലപ്പോൾ സ്വർഗത്തെ നോക്കിയിട്ട് അപ്പാ എന്ന് വിളിക്കുന്നതിന്റെ കാരണം ഇന്ന് പിടികിട്ടുന്നുണ്ടോ? എനിക്കൊരു ബലം എന്റെ സ്വാമി മൂത്ത ചേട്ടനുണ്ടെന്നുള്ളതാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? സ്വർഗം എന്നെ തെരഞ്ഞെടുത്തു. എനിക്ക് ഈ സ്വർഗത്തിന്റെ മർമ്മം പിടികിട്ടിയോ? സ്വർഗം എന്നെ തെരഞ്ഞെടുത്തു. എന്നെ നാക്കി വെച്ചിരിക്കുന്നത് യേശു കർത്താവിന്റെ സഹോദരനായിട്ടാ. അതുകൊണ്ടാ പറയുന്നത് അമ്മ യോഹന്നാനിലേക്ക് പോകുന്ന സമയത്തിന് കുറവ്. യോഹന്നാനിലേക്ക് പോകുമ്പോ അമ്മയോട് വാക്ക് കിടപ്പുണ്ട്. അമ്മ ദൈവത്തിന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞിട്ട് ഏകജാതൻ. ഏകജാതൻ ഒരു വീട്ടിൽ ആരേ ഉള്ളൂ? ഒറ്റ മകനല്ലേ ഉള്ളൂ. ഏകജാതൻ. ബസവാനിയുടെ കിരൺ പറയുമ്പോൾ ഏകജാതനാണ്. ആദിജാതൻ എന്ന് പറയുമ്പോഴും ആദിജാതൻ എന്ന് പറഞ്ഞ വേറെ പിള്ളയൊക്കെ ആ വീട്ടിൽ വന്നല്ലേ? എന്റെ കൂടെ ഒന്നും ഇല്ലയോ? ആദിജാതന് ഏകജാതനെ മനസ്സിലായി. ഏകജാതൻ ഒറ്റ ഒരാളെ വീട്ടിലുള്ളൂ ആ കുടുംബത്തിൽ. ആദിജാതൻ എന്ന് പറഞ്ഞാൽ വേറെ ആദ്യത്തെ മോൻ, പിന്നെ വേറെ ഉണ്ട്, വേറെ മക്കളുണ്ട്. അപ്പൊ ഈ ഏകജാതൻ മാറി ആദിജാതനായി. യേശു ആദിജാതനായി. ആര് ചെന്നപ്പോ? ഞാൻ ചെന്നപ്പോ, ഞാൻ ആ കുടുംബത്തിൽ ചെന്നപ്പോ എന്റെ പൊസിഷൻ മാറുന്ന മാറ്റം കണ്ടോ? ഈ സ്വർഗത്തിന്റെ മർമ്മം എനിക്ക് മനസ്സിലായപ്പോ എനിക്കൊരു മനസ്സിലായി. ഞാൻ ആ കുടുംബത്തിനകത്തായി ഇരിക്കുന്നെങ്കിൽ ആരെന്റെ കയ്യെ പിടിച്ച് പിന്തിരിച്ചാലും എനിക്കറിയാം തക്ക സമയത്ത് എനിക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന, തക്ക സമയത്ത് എന്നെ മാനിക്കുന്ന, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല അപ്പന്റെ ഭവനത്തിലാണ് ഞാൻ ചെന്നിരിക്കുന്നത്. വിശ്വസിക്കേണ്ടവർ ഇന്ന് പകൽക്കാലം വലിച്ചു പറഞ്ഞ് ഒരു നല്ല അപ്പന്റെ ഭവനത്തിലാണ് ഞാൻ ചെന്നിരിക്കുന്നത്. ഞാൻ ആയിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് എന്നോട് പറഞ്ഞ് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അവൻ എന്റെ മേൽ തന്നു. യേശു പറഞ്ഞു നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിൽ ഇരിക്കുന്ന എന്റെ അപ്പ എന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം കരുണ ചെയ്തെങ്കിൽ ഇന്ന് പകല് വിളിക്കണം. ഈ മനുഷ്യന്മാർ മുഴുവൻ എനിക്കെതിരായി നിന്നാൽ, എന്നെ കുറിച്ച് അപവാദം പറഞ്ഞാൽ, എന്റെ അപ്പൻ എനിക്ക് അനുകൂലമെങ്കിൽ, എന്റെ അപ്പൻ എനിക്ക് അനുകൂലമെങ്കിൽ, എന്റെ സഹോദരൻ എനിക്ക് അനുകൂലമെങ്കിൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടത്തില്ല. എന്ന് പകല് വിളിച്ചു പറ. യേശു എന്റെ കർത്താവാകയാൽ ഇന്ന് പകൽ എത്ര വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. ഈ സ്വർഗത്തിന്റെ മർമ്മം ആർക്ക് വെളിപ്പെടണം? എനിക്ക് വെളിപ്പെട്ടതിനെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. 29ാമത്തെ വാക്യം പറഞ്ഞു അവൻ മുന്നറിഞ്ഞവരെ തന്റെ സഹോദരന്മാരിൽ, തന്റെ പുത്രൻ അനേക സഹോദരൻ. ആരുണ്ട്? അനേക സഹോദരന്മാർ. ഒരാളാണോ? ഒരുപാട് സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ, കഴിഞ്ഞ ആഴ്ച ഞാൻ എടുത്തതായിരുന്നു, അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുന്നവേ അവന്റെ സ്വരൂപത്തോട്, അവന്റെ സാദൃശ്യത്തോട് എന്നെ അവൻ അനുരൂപനാക്കി. യേശുവിന്റെ ഭാവം തന്നെയാണോ നിങ്ങളിൽ ഇരിക്കുന്നത്? യേശുവിന്റെ ഭാവം തന്നെയാണോ? അല്ലെങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ യേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ മറ്റൊന്നിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കഴിഞ്ഞ ആഴ്ച മുഴുവൻ ദൈവസഭയ്ക്കകത്ത് പ്രസംഗിച്ച് ഏതാണ്ട് ഒരു സിനിമയെ കുറിച്ചാണ് പറഞ്ഞത്. ഒത്തിരി യൂട്യൂബിനകത്ത് കിടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രസംഗം ഇതിനൊന്നും അല്ല തമ്പുരാൻ വിളിച്ചിരിക്കുന്നത്. അൻപുരാനെ കുറിച്ച് ഒന്നും പറയാനില്ല, സ്വർഗത്തെ കുറിച്ച് പറയാൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് കർത്താവിന്റെ ആരുടെ സാദൃശ്യത്തോടെ എന്നെ രൂപപ്പെടുത്തി? എന്റെ സഹോദരന്റെ സാദൃശ്യം. എങ്ങനെ? മുന്നവേ വിളിച്ചവൻ അവന്റെ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുന്നവേ നിയമിച്ചിരിക്കുന്നെ. അപ്പൊ ഞാൻ എവിടെ, ഏത് ഭവനത്തിൽ ചെന്ന് കയറി കഴിഞ്ഞു? പിടികിട്ടിയോ? അതുകൊണ്ടാണ് യേശു പറഞ്ഞേ ഞാൻ പോവുക. ഞാൻ പോയിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക്
അനേക ഭവനങ്ങൾ പണിയും. ഭവനം പണിത അന്നേരം എന്ത് ചെയ്യും? ഞാൻ വന്ന് നിങ്ങളെ ചേർത്ത് കൊണ്ടുപോകും. ഓ, പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണ് യേശു മേഘാരൂഢനായി വരുന്നത്, പ്രതീക്ഷയോടെ ആരാധനയോടെ കാത്തിരിക്കുന്നത്. ഈ മർമ്മം അകത്ത് വെളിപ്പെട്ടുകൊണ്ട് ഞാൻ പരദേശിയ, ഈ ദേശത്തിനുള്ളവനല്ല, ഞാൻ ആയിരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കൂടെ വസിക്കാനുള്ള, എന്റെ അപ്പന്റെ കൂടെ, എന്റെ സഹോദരന്റെ കൂടെ വസിപ്പാനുള്ളതാ. അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുക. എന്റെ സഹോദരൻ വരുമെന്ന് പറഞ്ഞു, മേഘാരൂഢനായി വരുമെന്ന് പറഞ്ഞു, അവന്റെ വിശുദ്ധന്മാരെ കൂട്ടിക്കൊണ്ടുവരുന്നു, കാഹളം ധ്വനിക്കുമെന്ന് പറഞ്ഞു. ആ ധ്വനിക്കുമ്പോൾ ഞാൻ അവനോടുകൂടെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. സ്വർഗത്തിന്റെ മർമ്മം വെളിപ്പെട്ടവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. 2 കൊരിന്ത്യർ അതിന്റെ 10-ാം അധ്യായം 12-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ അതിന്റെ 10-ാം അധ്യായം 12-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 10:12. തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോട് ഞങ്ങളെ തന്നെ ചേർത്തൊരുമിപ്പാനോ തുനിയുന്നില്ല. അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ചില ആളുകളെ കുറിച്ച് പറയാം. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ചിലതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, യേശുവിനെ കുറിച്ചോ ദൈവരാജ്യത്തെ കുറിച്ചോ അല്ല പ്രസംഗിക്കാൻ നിൽക്കുന്നത്, പലതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലര്, നമ്മൾ തന്നെ മഹത്വമൊക്കെ എടുത്ത് നമ്മൾ തന്നെ എന്തിനുമൊക്കെ ആയിരിക്കും നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ പ്രാപ്തി കൊണ്ട് പറയുന്നത്. ചിലരോട് ഞങ്ങളെ തന്നെ ചേർത്തൊരുമിപ്പിക്കാനോ ഉപമിപ്പാനോ തുനിയുന്നില്ല. മറ്റൊന്നിനോടും അവർ ഉപമിപ്പാനോ തുനിയുന്നില്ല. അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും ഉണ്ടോ. ഞാൻ ഇപ്പൊ പൗലോസ് പറഞ്ഞു, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. പൗലോസ് പറയുക, എന്തിലും പുകഴാനുണ്ടെ ക്രൂശിൽ മാത്രമേ ഉള്ളൂ പൗലോസ് പറയുക. ചിലര് പറയുക ഞങ്ങൾ തന്നെ എന്താ. പത്രോസ് പറഞ്ഞു തന്നെ, പത്രോസ് പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കിയോ, ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ അല്ല ഇവരെ നടക്കുമാറായിരുന്നു. പിന്നെ എന്താ? ദൈവത്തിന്റെ കരുണയും കുറവയുവാ. മനസ്സിലായോ? ഇവിടെ പറയുന്ന ചിലര് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ കഴിവിന്റെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ, ചിലർ പറയുന്നത് ഞങ്ങളുടെ അപ്പന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കും. ഇവിടെ എന്നൊക്കെ പറയുന്നത് ഓരോ തലങ്ങളുണ്ട്. ഇവിടെ പറയുന്ന വാക്കുണ്ട്. ഇവിടെ പറയുന്ന ഉപമിക്കുവാനോ തുനിയുന്നില്ല. അവർ എന്ത് ചെയ്ത? തങ്ങളെ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപയോഗിക്കും. ഉണ്ടോ? നമ്മളെ തന്നെ നമ്മുടെ കഴിവിലും നമ്മുടെ പ്രശംസയിലും. ഈ ശുശ്രൂഷയ്ക്കകത്ത് ഞാൻ PhD എടുത്തു, ഞാൻ എൻ്റെ ശുശ്രൂഷ എല്ലാം ആരിലേക്കാണ് വരുന്നേ? എന്നിലേക്കാണ് വരുന്നേ. നിങ്ങൾ പിടികിട്ടുന്നുണ്ടോ? എന്നിലേക്ക് തന്നെ. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ തങ്ങളെ തന്നെ അളക്കുകയും തങ്ങളോട് തന്നെ ഉപമിക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് എന്തുള്ളവരല്ല, അവർക്ക് ബൈബിൾ അനുസരിച്ച് ദൈവത്തിന്റെ മർമ്മം അനുസരിച്ച് അവർക്ക് എന്തില്ല? തിരിച്ചറിവില്ല. ഇത് പിടികിട്ടണം. ഇത് ദൈവത്തിന്റെ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ അല്ല. പത്രോസ് പറയുക, സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിക്കൽ കിടന്നവനെ മുടന്തനായവനെ സൗഖ്യമാക്കുമ്പോ പത്രോസ് അപ്പോസ്തലൻ പറയും, ഇതെന്റെ അറിയാം, ഇത് ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ അല്ല ഇവനെ നടക്കുമാറാക്കിയത് സ്വർഗത്തിന്റെ കൃപയൊന്നും മാത്രമാണ്. ഇന്ന് പകലെ അകത്തറിയണം, ഇത് നിന്റെ ഭാവി നിന്റെ കൊണ്ടൊന്നുമല്ല, സ്വർഗം നിന്നോട് കരുണ ചെയ്യുന്നത് കൊണ്ട് മാത്രം. പത്രോസിന്റെ പടകിനെ നിറച്ചു കൊടുത്തത് ദൈവത്തിന്റെ കരുണയാണ്. ഇന്ന് പകല് വരണം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ ചിലരെന്താണെന്നറിയുന്നു? ചിലർ ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ പിടിച്ച് നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു. തങ്ങളെ തന്നെ അളക്കുകയും തങ്ങളോട് തന്നെ ഉപമിക്കുകയും എന്നെ കണ്ടുപടി പറഞ്ഞു കണ്ടിട്ടില്ലേ? നമ്മുടെ കേരളത്തിൽ അങ്ങനല്ല. അയലോകത്തെ കൊച്ചിനെ കണ്ടു പഠിക്കാനാണ് അല്ലേ? നീ അവനെ കണ്ടുപടി. പഠിച്ചിരുന്നെങ്കിൽ എവിടെ പോയാലെന്ന് പിന്നെ ചിന്തിച്ചാൽ മതി. അപ്പൊ അങ്ങനത്തെ ചില പഠിപ്പിക്കുന്നുണ്ട്. അവര് എന്താ പറയുക? ഇവിടെ പറയുന്നത് തങ്ങളെ തന്നെ ഉപമിക്കുകയും ചെയ്തുകൊണ്ട് തിരിച്ചറിവില്ലാത്തവരെന്ന് ബൈബിൾ പറയുന്നു. അപ്പൊ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പെട്ടെന്ന് വരാമോ? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37, നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത 37-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വരുന്നേ. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച്. ആര് പറഞ്ഞു? ഇവിടെ നോക്കണ്ടേ? ഇതാരുടെ ശബ്ദം കേൾക്കാൻ നിൽക്കുക? ദൈവശബ്ദമാ. ഇവിടെ പറയുന്ന വാക്കുകൾ അവൻ എന്നോട്, ദൈവം എന്നോട് കൽപ്പിച്ചത്, നീ ഈ
അസ്ഥികളെ കുറിച്ച് പ്രവചിച്ചു പറയുക. പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം. ഇവിടെ സബ്ജക്ട് നിങ്ങൾ പിടികിട്ടുന്നുണ്ടോ? ഇവിടെ ആർക്ക് പ്രാധാന്യമില്ല? ഈ നിൽക്കുന്ന പ്രവാചകന് പ്രാധാന്യമില്ല. ആർക്കാ പ്രാധാന്യം? ആരുടെ ശബ്ദം കേട്ടോണ്ടിരിക്കുന്നത്? ഇന്ന് പകൽ നിങ്ങൾ ഈ ശബ്ദത്തിന് കീഴ്പ്പെടാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ നാലല്ല തലയായി മാറും. ഇന്ന് പറയാം, നിങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു വന്ന് നിങ്ങളുടെ കഴിവിലോ പ്രാപ്തിയിലോ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ ഒന്നും അല്ലാതായി പോകും. നിങ്ങൾ വരും. ഇവിടെ നോക്കി, പ്രവാചകനെ ദൈവം തമ്മിൽ കൊണ്ട് അസ്ഥി താഴ്വരക്കാത്ത നിർത്തിയിട്ട് ചോദിച്ചു. പ്രവാചകനോട് ചോദിക്കുന്ന മതി, അവൻ എന്നോട് കൽപ്പിച്ചത് നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ചു പറയുക. അസ്ഥികളോട് പ്രവചിച്ചു പറയണം. പറയാനുള്ള വാക്യമാണ് പ്രവചിച്ച് അവയോട് പറയേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് നോക്കൂ, ആരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? സാധാരണ ഒരു മനുഷ്യനോട് ആര് സംസാരിക്കുന്നു? ദൈവം സംസാരിക്കുന്നു. പിടികിട്ടിയോ? ദൈവം സംസാരിക്കുന്നു. ഇവിടെ പറയുന്നു, ഉണങ്ങിയ അസ്ഥികളുടെ യഹോവയുടെ വചനം കേൾപ്പീൻ എന്ന് പറയുന്നു. 6-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഇവിടെ പറയുന്ന മഹത്വം കണ്ടോ? ഇവിടെ പറയുന്ന നിങ്ങൾ തിരിച്ച് നല്ലവണ്ണം നോക്കണം. ആരൊക്കെ മഹത്വമുള്ളൂ? ദൈവത്തിന് മഹത്വമുള്ളൂ. ദൈവ പ്രവാചകനോട് പറഞ്ഞു, ഈ അസ്ഥികളെ നോക്കി നീ പ്രവചിക്കണം. ഈ അസ്ഥികളെ ദൈവത്തിന്റെ വചനം കേൾക്കാൻ പറയാൻ പറഞ്ഞു. ഈവൻ വാ തുറന്നു പറഞ്ഞു. 6-ാമത്തെ വാക്യം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങൾക്ക് തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾക്ക് ജീവിക്കേണ്ടതിന് നിങ്ങൾ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ തിരിച്ചറിയും. ഇവിടെ കിട്ടിയോ? ഇതിനകത്ത് അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരുടെ. ആരോട് കൽപ്പിച്ചപ്പോ? ദൈവം. അവൻ എന്നോട് ദൈവം പ്രവാചകനോട് കൽപ്പിച്ചപ്പോൾ അവൻ സംസാരിച്ചു. എന്ത് ചെയ്തു? ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ചു. ഏറ്റവും വലിയ സൈന്യമായി തീർന്നു. പിടികിട്ടുന്നോ? നിങ്ങളുടെ അകത്ത് ഒരു പ്രവാചകൻ പ്രവചിക്കുന്ന തന്നെത്താനല്ല പ്രവചിക്കേണ്ടത്, സ്വർഗത്തിന്റെ ശബ്ദം കേട്ട് പ്രവചിക്കണം. ഇന്ന് പകൽക്കാലം അറിയണം. പിടികിട്ടുന്നവർക്ക് കർത്താവിനെ സ്തോത്രം. ആരോട് സംസാരിച്ചു കൊണ്ടിരിക്കണം? യഹോവയായ ദൈവം അവന്റെ ആത്മാവിനാൽ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ വായി കൊണ്ട് സംസാരിക്കുന്നത് അതുപോലെ ഉളവായി വരും. ഇല്ലാത്തിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവന്റെ ആത്മാവ്. പിടികിട്ടുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ നിങ്ങളുടെ അകത്ത് നല്ലവണ്ണം അറിയണം. ഇന്നില്ലെങ്കിൽ ആത്മാവ് വിളിച്ചു പറയുക. ആത്മാവ് പറയുന്നു, അവന്റെ തലയിൽ കൈവെക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നു, പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലുള്ള നസറേനായ യേശുവിന്റെ നാമം എന്ന് പറഞ്ഞപ്പോ മുടന്തൻ തുള്ളിച്ചാടിയെങ്കിൽ ഇന്ന് പകൽ മഹത്വം കൊടുക്കേണ്ട സ്വർഗത്തിനാ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് പറഞ്ഞാൽ ആത്മാവ് നിങ്ങളുടെ കൂടെ നിന്നാൽ അത്ഭുതങ്ങൾ നിങ്ങൾ കാണുവാൻ തുടങ്ങും. ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ മാത്രം ആരാധിച്ച് ദൈവത്തെ മാത്രം വിശ്വസിച്ച് നടക്കുന്നവരാണെങ്കിൽ സ്വർഗം നിന്നോട് കൂടെ നിന്നുകൊണ്ട് നിന്റെ വാതിലുകളെ ദൈവം നമ്പരം തുറക്കാൻ തുടങ്ങും. അങ്ങനെ ഇന്ന് പകൽക്കാലം അവൻ ദൈവസന്നിധി വിശ്വസ്തയോടെ നടന്ന് മനുഷ്യന്റെ മുഖം നോക്കാതെ, മനുഷ്യനെ പ്രകീർത്തിക്കാതെ, മനുഷ്യന്റെ നന്മ കാണാതെ ദൈവത്തിനെ കണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിക്കാൻ റെഡിയാണെങ്കിൽ, വിശ്വസിക്കുന്നത് ദൈവത്തെ ആണെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇവിടെ നോക്കിക്ക്, പ്രവാചകനെ അസ്ഥിത്താഴ്വരയ്ക്ക് അകത്തുകൊണ്ട് നിർത്തിയിട്ട ദൈവം അവനെ നാവിനോട് പറഞ്ഞു, നീ സംസാരിക്കുക. ആത്മാവിനോട് സംസാരിച്ചു. അവിടെ പറയുന്ന വാക്കിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ഇന്ന് പകലറിഞ്ഞ അവൻ കൽപ്പിച്ചതുപോലെ അവൻ പറഞ്ഞതുപോലെ ഇന്ന് അനുസരിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകലറിഞ്ഞു നിന്റെ അവസ്ഥകളെ ദൈവം തമ്പുരാൻ മാറ്റും. അവൻ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധി വിശ്വാസത്തോടെ ഒരുവൻ ഉറച്ചു നിൽക്കാൻ റെഡിയാണെങ്കിൽ അവന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇതെങ്ങനെ മനസ്സിലാവും? സ്വർഗത്തിന്റെ മർമ്മങ്ങളെ എന്റെ അകത്ത് വെളിപ്പെടുത്താത്തിടത്തോളം കാലം ആത്മാവിന്റെ പ്രവൃത്തി നിന്റെ ഭവനത്തിൽ വരത്തില്ല. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ അതിന്റെ 6-ാമത്തെ വാക്യത്തിനകത്ത് പറയുക. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വചനം പറഞ്ഞു, പരിജ്ഞാനമില്ലായാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനമില്ല എന്റെ ജനം നശിച്ചു പോകുന്നു. ദൈവമാരെന്നോ ദൈവത്തിന്റെ മഹത്വം എന്തെന്ന് തിരിച്ചറിയാതെ തന്നെത്താൻ പുകഴാൻ നടക്കുന്നവൻ, തന്നെത്താൻ പ്രശംസ
വിശ്വസിക്കാൻ നടക്കുന്നവൻ, തന്റെ കഴിവിൽ ആശ്രയിക്കുന്നവൻ അവൻ താളടിയായി പോകും. എന്ന ദൈവസന്നിധി താഴ്മയോടെ ഇരിക്കാൻ തയ്യാറാകുന്നവനെ ദൈവം തമ്പുരാൻ ഉയർത്തും. ദൈവം ഇവിടെ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4 അറിയിപ്പറയുക, പരിജ്ഞാനമില്ലായ എന്റെ ജനം നശിച്ചു പോകുന്നു. ആരുടെ ജനം? എന്റെ ജനം, എന്റെ ജനം. ദൈവം പറയും, എന്റെ ജനം, ഞാൻ വിളിച്ചവൻ, ഞാൻ വിളിച്ചിറക്കിയവൻ, എന്റെ ഭവനക്കാരനാക്കിയവൻ, അവന് പരിജ്ഞാനമില്ലാത്ത, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനമില്ലായ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട്, ദൈവം കൊടുത്ത അതിനെ തിരിച്ചറിയാതെ കൊണ്ട്, നീ എനിക്ക് പുരോഹിതനായിരിക്കത്തവണ്ണം ഞാൻ നിന്നെയും ത്യജിച്ചു കളയും. ദൈവത്തിന്റെ വാക്കിനെ അനുസരിക്കാതിരിക്കുന്നെങ്കിൽ, ദൈവശബ്ദം കേൾക്കാതിരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ കൃപയ്ക്കകത്ത് നിൽക്കാതിരിക്കുന്നത്, മക്കളെ ദൈവം തമ്പുരാൻ വിളിച്ചിറക്കുമ്പോ, ദൈവം നിന്നെ വിളിച്ചിറക്കിക്കൊണ്ടുപോകുമ്പോ ചില കഷ്ടതകൾ നിന്റെ ജീവിതത്തിൽ വരാം, വ്യക്തികളിൽ തുടരും നിന്റെ ജീവിതത്തിൽ വരാം, നിരാശകൾ നിന്റെ ജീവിതത്തിൽ വരാം, നിന്നെ കുറിച്ച് അപവാദങ്ങൾ പറയാം, നിന്നെ കുറിച്ച് ഒത്തിരി വേണ്ടാത്തത് പറയാം, നിനക്ക് ചില കണ്ണുനീരുകൾ വരാം. എന്നാലും നീ അറിയണം, നീ ആരെയാ സേവിച്ചുകൊണ്ടിരിക്കുന്നത്, ആരെയാണ് നീ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. തക്ക സമയത്ത് നിന്നെ ഉയർത്തുവാൻ കഴിവുള്ള, തക്ക സമയത്ത് നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. ഇന്നീ കാണുന്ന നിന്ദയും ഇന്നീ കാണുന്ന പരിഹാസവും എല്ലാം മാറിപ്പോകും. പത്രോസ് ഓടി ഒളിച്ച കഥ നിങ്ങൾക്ക് അറിയാം. യേശുവിനെ പിടിക്കുമ്പോ ഈ ചില 3 പെൺകൊച്ചിന്റെ മുന്നിൽ പോലും പത്രോസ് പ്രാഗിൽ നേർച്ചയിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നു. എന്നാൽ അഭിഷേകത്തിന്റെ ശക്തി വന്ന് ദൈവം തമ്പുരാൻ ഉയർത്തിയപ്പോ പട്ടണം പത്രോസിന് വേണ്ടി കാത്തിരുന്നെങ്കിൽ ഇന്ന് പകൽ കഴിഞ്ഞു. നിന്നെ നിന്ദിച്ചവരുടെ, പരിഹസിച്ചവരുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ നിർത്തുന്ന കാലം വിദൂരമല്ല. സ്വർഗത്തിലെ ദൈവം നിന്നെ നടത്തുന്ന ഒരു കാലം വിദൂരമല്ല. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് നിന്റെ ഭവനത്തെ നോക്കിക്കൊണ്ടായിരിക്കും അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടായിരിക്കും അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നാളുകളൊക്കെ അങ്ങ് മാറും കേട്ടോ, ഈ നാളുകളൊക്കെ അങ്ങ് മാറും. ദൈവം പറയുക, വെട്ടിക്കയും തുറന്ന് തിന്നേരും മുടിച്ച കാലമുണ്ട്, സംവത്സരമുണ്ടെങ്കിൽ ഒരു മടക്കി തരുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിനകത്ത് ഉറയ്ക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം പറഞ്ഞ ദൈവം തന്ന ജ്ഞാനത്തിനകത്ത് നിൽക്കണം, ദൈവം തന്ന കൃപയ്ക്കകത്ത് നിൽക്കണം. ഇവിടെ ഹോശേയ പ്രവാചകൻ 4 അറിയിപ്പറയുക, പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കുകൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കും തക്കവണ്ണം ഞാൻ നിന്നെ ത്യജിക്കും. നീ എന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറഞ്ഞു കളഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ മക്കളെയും മറന്നു കളയും. ഇന്ന് പകൽക്കാലം ദൈവം വിളിച്ചവൻ, ദൈവത്തിന്റെ സന്നിധി വിശ്വസ്തത വെളിപ്പെടുത്തിയ നിന്നെയും നിന്റെ മക്കളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലമാണ് ദൈവം വിളിക്കത്തവണ്ണം വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ നിന്നെയും നിന്റെ മക്കളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ത്യജിച്ചു കളയാൻ ഇടവരരുത്. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ വിശ്വാസം ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. നിന്റെ മേൽ ദൈവം അഭിഷേകം ഇട്ടിരിക്കുന്നത്, ദൈവം നിന്റെ മേൽ ഇട്ടിരിക്കുന്ന പദ്ധതി ദൈവം തമ്മിൽ വെളിപ്പെടുത്തുവാനാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 60-ാം അധ്യായത്തിനകത്ത് 1-ാമത്തെ വാക്യം പറയുക, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്കിനെ കേട്ട്, ദൈവത്തെ വിശ്വസിച്ച്, ദൈവത്തിന് മഹത്വം കൊടുത്ത്, ദൈവത്തിന് മുഴുവൻ മഹത്വം കൊടുത്ത് ഇന്ന് പകൽ പറയണം, ഒന്നിലും പുകഴാൻ നിൽക്കില്ല, ഒന്നിലും പുകഴ. ഞാൻ കൈവച്ചവൻ രോഗി സൗഖ്യമായെന്ന് പറയല്ല, ദൈവം കരുണ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു പ്രവചനം റിലീസ് ചെയ്യുമ്പോൾ, ഒരു പ്രവചനം പറയുമ്പോൾ, ആ പ്രവചനം നടന്നു കഴിയുമ്പോൾ അതിന്റെ കഴിവാണെന്ന് പറയില്ല. ഇന്ന് പകൽക്കാലം പറയും, ഈ നാളുകൾ വരെയും അനേക പ്രവചനങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് വഹിച്ചിട്ടുണ്ട്. ഒന്നിലും ഞാൻ പുകഴാൻ നിന്നിട്ടില്ല. അസ്ഥിയുടെ താഴ്വരയ്ക്കകത്ത് തമ്പുരാൻ നിർത്തിയോടെ നിർത്തിക്കൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന് നിന്റെ നാവ് ചലിക്കുന്ന ദൈവത്തിന് വേണ്ടിയായി മാറണം. ഇന്ന് പകൽ സ്വർഗത്തിന്റെ മർമ്മം നിനക്കറിയാമെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവേ എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെ കുരുട്ട് ജാതികളെ പൊടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. യഹോവയുടെ തേജസ്, ദൈവത്തിന്റെ തേജസ്, യേശുവിന്റെ മേൽ പകരപ്പെട്ട തേജസ് അതെന്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വാസം ഏറ്റെടുക്കുന്നുണ്ട്? ഇരുട്ടിനെ ജയിച്ചത്, അന്ധകാരത്തെ ജയിച്ചത്, കല്ലറകളെ ഭേദിച്ചവന്റെ അതേ പരിശുദ്ധാത്മാവ് എന്റെ മേൽ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ വിളിച്ചു വരണം, ഈ പ്രതിസന്ധികളെ എനിക്ക് ജയിക്കാൻ പറ്റും. എത്ര പേര് ആമിമാർ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് എന്റെ മുന്നിൽ നിൽക്കുന്ന അസ്ഥി താഴ്വരയാണെങ്കിൽ അതിനെ ജയിക്കുവാൻ പറ്റുന്ന ഒരു കൃപ എന്റെ മേലുണ്ട്. ഇന്നത്തെ സാഹചര്യം കണ്ടുകൊണ്ടല്ല നിൽക്കേണ്ടത്, ദൈവം എനിക്ക് വേണ്ടി ചില അത്ഭുത മാതൃകളെ തുറന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതുകൊണ്ട് 3-ാമത്തെ വാക്യം പറയുന്ന, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ
രാജാക്കന്മാരുടെ ഉദയശോഭയിലേക്ക് വരും. ദൈവം നിന്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നിൽക്കാൻ തുടങ്ങിയാൽ, ഇന്ന് സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ പറയാം, സകല വാതിലുകളും മനുഷ്യൻ അടച്ചാൽ തുറക്കാവുന്ന ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിനകത്ത് വരിക തന്നെ ചെയ്യും. മനുഷ്യൻ നിന്നെ കുറിച്ച് എന്ത് പറയുന്നതല്ല ഞാൻ ഇവിടെ പറഞ്ഞ്. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കാൻ തുടങ്ങിയ, യഹോവയുടെ തേജസ് നിന്റെ മേൽ പകരപ്പെടാൻ തുടങ്ങിയാൽ, ഇന്ന് പകർക്കാൻ പറഞ്ഞു, ജാതികൾ നിന്റെ മേൽ പകരപ്പെട്ട ദൈവത്തിന്റെ പ്രകാശം നിന്റെ മേൽ വെളിപ്പെടാൻ തുടങ്ങിയ, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്ക്, ഇന്ന് കാണുന്ന രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്ക് വരുന്ന കാലം വിദൂരമല്ല. ദൈവം നിന്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ, ദൈവശക്തി നിന്റെ മേൽ പറഞ്ഞ, ആരും നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ? സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങാം, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ദൈവ ശബ്ദം കേട്ടതിക്കാൻ റെഡിയാണെങ്കിൽ, ദൈവം പറഞ്ഞ വാക്കിനെ അനുസരിക്കാൻ റെഡിയാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഇടം കൊടുക്കാൻ റെഡിയാണെങ്കിൽ, അവൻ പറഞ്ഞതിനെ മാത്രം ഉറച്ചു നിൽക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം പറഞ്ഞു, അവൻ നിന്നെ നിന്ദിച്ചവരും ഉണ്ടാകാം, പരിഹസിച്ചവരും ഉണ്ടാകാം. പക്ഷെ ബൈബിൾ പറയുക, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്ക് വരുവാൻ തുടങ്ങും. സ്വർഗത്തെ നീ വെളിപ്പെടുത്തിയാൽ, സ്വർഗത്തിന് നീ മഹത്വം കൊടുത്താൽ, ഇന്ന് കാണുന്ന അവസ്ഥ ഇനി നിന്റെ ജീവിതത്തിൽ വരത്തില്ല. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ട് പറയും, മൂന്നാമത്തെ വാക്യം പറയും, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ദൈവത്തെ ഒരുത്തൻ ഉയർത്താൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ റെഡിയാണെങ്കിൽ, ദൈവത്തെ ദേശത്തിനകത്ത് വെളിപ്പെടുത്താൻ റെഡിയാണെങ്കിൽ, ദൈവത്തെ അനുസരിക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകൽ പറഞ്ഞു, നിനക്ക് വേണ്ടത് സ്വർഗത്തിലെ ദൈവം നിന്റെ ഭവനത്തിൽ തരും. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കരുതും, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കരുതും. ഇന്ന് പകൽക്കാലം പറയും, നീ നടന്നതൊന്നും വൃഥായായി പോകത്തില്ല. ഇന്ന് പകൽക്കാലം ആത്മാവിനകത്ത് പറയും, നീ പ്രാർത്ഥിച്ചതൊന്നും വൃഥായായി പോകത്തില്ല, നീ കണ്ണുനീരൊഴുക്കിയതൊന്നും വൃഥായായി പോകത്തില്ല, നീ മറ്റുള്ളവർക്ക് വേണ്ടി ഉപവസിച്ചു ഒന്നും നിനക്ക് വൃഥായായി പോകത്തില്ല. സ്വർഗം അതിന് മറുപടി തരാൻ പോകുക. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നിനും കർത്താവ് കടക്കാരനല്ല, അത് മടക്കി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് പറയുന്നു, അവന്റെ തേജസ് നിന്റെ മേൽ പ്രകാശിക്കുക തന്നെ ചെയ്യും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകലിൽ എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? സദൃശ്യവാക്യം 18-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം പറയുന്നു, മനുഷ്യൻ വെക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും, അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ തേജസ് ഒരുവന്റെ മേൽ പകരാൻ തുടങ്ങിയാൽ, ദൈവത്തിന്റെ വാക്കിനെ കേട്ട് അനുസരിക്കാൻ റെഡിയാണെങ്കിൽ, ദൈവ ശബ്ദത്തിനകത്ത് നിലനിൽക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം മനുഷ്യൻ വെക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും, അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. നിനക്ക് കയറാൻ മേലാത്ത വാതില് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ യേശു കർത്താവ് വന്നിട്ട് പറഞ്ഞു, അടുത്തുള്ള ഗ്രാമത്തിനകത്ത് ഒരു കഴുതയും എന്റെ കുട്ടിയെ കെട്ടിയിട്ടുണ്ട്, നിങ്ങൾ ചെന്ന് അതിനെ അഴിച്ചുകൊണ്ട് വരുമെന്ന് പറയുമ്പോ അവൻ അവിടെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ആരെങ്കിലും ഇത് നിങ്ങളോട് ചോദിക്കുക, ഈ കഴുത എന്തിനഴിക്കുന്നു ചോദിച്ചാൽ, എന്റെ കർത്താവ് ഇതിനെ ആവശ്യമുണ്ടെന്ന് പറയുകയും, ഇന്നലെ വരെ കഴുതയ്ക്ക് പോകാൻ മേലാത്ത വഴിയിൽ കൂടെ കഴുത നടക്കുവാൻ കാരണം യേശു തമ്പുരാൻ കഴുതയുടെ മുകളിൽ കയറിയതാണെങ്കിൽ, ഇന്ന് പകൽ വിളിച്ചു പറയണം, എനിക്ക് നടക്കാൻ മേലാത്തിടത്തും എന്റെ രാജാക്കന്മാരുടെ മധ്യത്തിൽ കൊണ്ടിരുത്തിയത് അവനെ ഞാൻ ഉയർത്തിയത് കൊണ്ടാണ്. പട്ടണത്തിൽ അവനെ ഉയർത്തുന്നവനെ പട്ടണത്തിൽ ദൈവം ഉയർത്തും. അവന് മഹത്വം കൊടുത്തുകൊണ്ട് നിൽക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം പറഞ്ഞു, പത്രോസിനെ തിരക്കി കൊർന്നേലിയോസിന്റെ ഭവനം തുറന്നത് യേശുവിനെ ഉയർത്തിയത് കൊണ്ടാണ്. ഇന്ന് യേശുവിനെ ആരെങ്കിലും ഉയർത്താൻ, തന്നെത്താൻ പുകഴാതെ തന്നെത്താൻ താന്നിരിക്കാൻ റെഡിയാണെങ്കിൽ, തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിപ്പിക്കുക. ഇന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ട് സകല ഭാരങ്ങളും സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളി, തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നിൽക്കാമെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ പറയാം, നിന്നെ തേടി വരുന്ന കാലം വിദൂരമല്ല, നിന്നെ തേടി വരുന്ന ഒരു കാലം വിദൂരമല്ല. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് തിരിച്ചറിയണം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 37-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നൊരു വാക്കുണ്ട്, അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ യേശുവിനെ അന്വേഷിക്കുവാൻ കാരണം യേശുവിന്റെ കൂടെ ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം പറയുക, ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിയെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിയണം, നീ ഇന്ന് ഭവനത്തിലുള്ളവനായി മാറി, അവന്റെ ജീവനാണ് നിന്റെ മേൽ എഴുതുന്നത്. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിനകത്ത് വിളിച്ചു റോമാലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ ഞാൻ ക്രിസ്തുവിന്റെ സഹോദരൻ, ക്രിസ്തുവിന്റെ ഭവനക്കാരനുമായി മാറിയെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിനകത്ത് വിളിച്ചു പറയണം, നിന്നെ അന്വേഷിക്കുന്ന കാലം വിദൂരമല്ല.
വിദൂരമല്ല. എന്റെ സഹോദരൻ യേശുവിനെ അന്വേഷിച്ച കാലം വിദൂരമല്ലെങ്കിൽ ഇവിടെ പറയും അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. മഹത്വം ദൈവത്തിന് കൊടുക്കാൻ റെഡിയാണെങ്കിൽ, മഹത്വം ദൈവത്തിന് കൊടുത്തുകൊണ്ട് നിൽക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവി പറയാം, ഈ നാളുകൾ കഴിയുമ്പോ നീ ഒരു അത്ഭുതമായി മാറാൻ പോകുക. ഈ നാളുകൾ കഴിയുമ്പോ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകും. എത്ര പേർ വിശ്വാസം ഏറ്റെടുക്കുന്നുണ്ട്? ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവാ. നീ ഏത് ദേശത്താണെങ്കിലും, ഏത് ദേശത്തേക്ക് കടന്നു ചെന്നാൽ ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് എന്നിൽ കൂടെ മഹത്വം എടുക്കാൻ പോകുക. ദൈവം എന്നിൽ കൂടെ മഹത്വം എടുക്കാൻ പോകുക. എനിക്ക് പുകഴാനല്ല, പ്രശംസിപ്പാനല്ല, എന്റെ ദൈവത്തെ ഞാൻ ദേശത്തിനകത്ത് പറയും. എന്റെ ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുന്നവൻ, എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നവനുമായി മാറും. വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ അവനോട് നിന്റെ കയ്യിലിരിക്കുന്ന എന്ത് എന്ന് ചോദിച്ചതിന് മോശെ അവനോട് പറഞ്ഞു വടി എന്നവൻ പറഞ്ഞു. അവൻ മോശയെ ദൈവം തമ്പുരാൻ വിളിച്ചിറക്കി. മോശ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മോശ ദൈവത്തോട് പറയുക, ഞാൻ തടിച്ച നാവുള്ളവനാ, ഞാൻ കഴിവില്ലാത്തവനാ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്ന് ദൈവത്തോട് പറയുക. നീ മറ്റൊരുവനെ ആക്കാൻ പറയുമ്പോൾ മോശയോട് പറയുന്നു, മോശേ ഞാനാകുന്നവൻ ഞാനാണ്, നിന്നെ വിളിച്ചത് ഞാനാണ്. ഇന്ന് പകൽ നിന്റെ അകത്തറിയണം, എന്നെ വിളിച്ചത് ഒരു സാധാരണക്കാരനല്ല, എന്നെ വിളിച്ചത് സ്വർഗത്തിലെ ദൈവമാ എന്നെത്ര വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. മോശ പറഞ്ഞു, എനിക്ക് കഴിവില്ലാത്തവനും ഞാൻ തടിച്ച നാവുള്ളവനുമാ, എന്നെ കൊണ്ട് പ്രാപ്തിയില്ലെന്ന് പറയുമ്പോൾ സ്വർഗം അവനോട് പറയുക, മോശയെ വിളിച്ചത് ഞാനാ. ഇന്ന് നെഞ്ചത്ത് കൈവച്ച് പറയണം, എന്നെ വിളിച്ചത് മനുഷ്യനല്ല, എന്നെ വിളിച്ചത് സ്വർഗത്തിലെ ദൈവമാ. ഹല്ലേലൂയ. മനുഷ്യന്റെ ശബ്ദം കേട്ട് ഇറങ്ങിയവനല്ല, എന്റെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിയവനാ. ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് മോശയോട് ചോദിക്കും, പറയുന്നു, മോശയെ യഹോവ അവനോട് നിന്റെ കയ്യിലിരിക്കുന്ന എന്ത് എന്ന് ചോദിച്ചതിന് ഒരു വടി എന്നവൻ പറഞ്ഞു. അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ഒരു വാക്ക് നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. 17-ാമത്തെ വാക്യം പറയുവാണ്, അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടി നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക. അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിഞ്ഞോണം. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ അടയാളങ്ങൾ ചെയ്യുന്നവനായി മാറാൻ പോകുക. എത്ര പേർ അവന്റെ തേജസ് നിന്റെ മേൽ പ്രകാശിക്കാൻ തുടങ്ങിയാൽ ഇന്ന് പകൽ മോശയെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, മോശെ ഈ വടി നിന്റെ കയ്യിലിരിക്കട്ടെ, ഇത് അടയാളങ്ങൾ ചെയ്യാൻ പോകുക. മോശയുടെ മുന്നിൽ ചെങ്കടൽ വിഭാഗിക്കപ്പെടുമ്പോ മോശ വടിയെ ഉയർത്തിപ്പിടിച്ചെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചോ, നിന്നോട് കൂടെ ദൈവം നിന്നുകൊണ്ട് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തിനകത്ത് വിളിച്ചു പറയണം, എനിക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണ്. ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് നിങ്ങളുടെ അകത്തറിയണം, അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലുള്ള മഹത്വം എടുക്കുന്നെങ്കിൽ, മഹത്വം എടുക്കുന്ന നമ്മളല്ല, മഹത്വം എടുക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്വർഗത്തിന്റെ ശബ്ദം കേട്ട് ആത്മാവിന്റെ നിറവിനകത്തു നിന്നുകൊണ്ട് ദൈവസന്നിധി നിൽക്കാൻ തയ്യാറാണെങ്കിൽ, നീ പുകഴാതെ പ്രശംസിപ്പാതെ ഇന്ന് പകൽ താഴ്മയോടെ നിൽക്കാൻ, നിന്റെ അരികിൽ വരുന്നവൻ നിന്നെക്കാ ശ്രേഷ്ഠനെന്ന് നീ താഴ്മയോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞു ദൈവം നിനക്ക് വേണ്ടി കരുതുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾ മനുഷ്യനിൽ ആശ്രയിക്കരുത്, മനുഷ്യനിൽ ആശ്രയിക്കരുത്. അവൻ വരുന്ന നന്മ പ്രതീക്ഷിക്കല്ലേ. നിനക്ക് വേണ്ടി ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരുവനുണ്ട്, സ്വർഗത്തിലെ ദൈവമാ. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്, ഏലിയാവിന് വേണ്ടി സകല വാതിലുകളും അടയുമ്പോഴും സ്വർഗത്തിന്റെ വാതിൽ അടഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ നീ വിശ്വസിച്ചോ, നിനക്ക് വരവെല്ലാം നിന്നു പോയാൽ കാക്കയെ അയക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടിയുണ്ട്. അല്ലെങ്കിൽ കാക്കയുടെ വരവ് നിന്നു പോയാൽ സറാഫത്തിൽ ഒരു കരുതലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറയണം, രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ചവൻ പറയാം, നിന്നെ ഞാൻ പോറ്റി പുലർത്തുവാൻ അവൻ സർവശക്തനായ ദൈവമാ. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പറയുന്നു, മഹത്വം കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത, ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താൽ ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഇറങ്ങി വരും. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഇറങ്ങി വരും. അത് രാജാക്കന്മാരെ നിന്റെ ഭവനത്തിൽ കൊണ്ടെത്തിക്കുക. ഇന്ന് പകൽ എഴുതി വെച്ചോ, നിന്റെ അവസ്ഥയെ ദൈവം തമ്പുരാൻ മാറ്റിക്കളയുക. ഇന്ന് കാണുന്ന പറയുക അതുകൊണ്ട് ആത്മാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, വെട്ടുക്കിളിയും തുള്ളനും തിന്ന് മുടിച്ച ഒരു കാല സംവത്സരമുണ്ടെങ്കിൽ അത് മടക്കി തരുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അവന്റെ സാദൃശ്യത്തോട് അനുരൂപപ്പെട്ട
ബന്ധപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്ത് തിരിച്ചറിയണം, ദൈവം എനിക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെ ഇന്ന് ആരും അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന കാലം വിദൂരമല്ല. എത്ര പേർ ആമീൻ പറയുന്നുണ്ട്? ആമീൻ. അറിയുന്ന കാലം അധികം വിദൂരമല്ല, അത് സംഭവിക്കാൻ പോകും. എത്ര പേർ ആ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? വിളിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമീൻ. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 5-ാം അധ്യായം ആമീൻ 2-ാമത്തെ വാക്യം പറയുമ്പോ, 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ഒരു പെൺകൊച്ചിനെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അവൾ നയമാന്റെ വീട്ടിൽ അവരുടെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. 3-ാമത്തെ വാക്യം. അവൾ തന്റെ യജമാനത്തിയോട് യജമാനൻ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പിടികിട്ടുന്നുണ്ടോ? ഒരുവന്റെ കൂടെ ആത്മാവുണ്ടെന്ന് ദേശത്ത് പാട്ടാവും. ദൈവം നിങ്ങളുടെ കൂടെ നിൽപ്പുണ്ടെന്ന് നാളുകൾക്കുള്ളിൽ വെളിപ്പെടുത്തും. എത്ര പേർ ആത്മാവിനകത്ത് നിങ്ങൾ വെളിപ്പെടുന്നുണ്ടോ? ആമി പിടിച്ചുകൊണ്ടുവന്ന ഇവിടെ വായിക്കുന്ന 2-ാമത്തെ വാക്യത്തിനകത്ത്, 2-ാമത്തെ വാക്യമല്ലയോ, 2-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ടോ, ആ അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടി, നോക്കണേ എങ്ങനെ പെൺകുട്ടിയാ ബൈബിൾ പറയുന്നേ, ചെറിയ പെൺകുട്ടി പിടിച്ചുകൊണ്ട് പോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അപ്പൊ ഇതിന് ആളെ തിരിച്ചറിഞ്ഞോ? എത്രയുള്ളതാണ്? ചെറിയൊരു പെൺകുട്ടിയാണ്. അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവന്റെ കുഷ്ഠം മാറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇച്ചിരേം പോകുന്ന കൊച്ചു പോലും നിന്റെ കൂടെ ദൈവമുണ്ടെന്നാണ്. ദൈവം നിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നയമാൻ അറിഞ്ഞതല്ല, പക്ഷെങ്കിൽ ഇന്ന് പകൽ അറിഞ്ഞോണം. ഒരു ഇച്ചിരെ പോകുന്ന പെൺകൊച്ചു പോലും സാക്ഷ്യം പറയാൻ തുടങ്ങി. ഇന്ന് പകൽ ഏറ്റെടുത്തു. നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, നിന്റെ ഭവനത്തിനകത്ത് ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ദേശക്കാരറിയാൻ പോകും. എത്ര പേരാമൻ പറയുന്നുണ്ട്? ദൈവം നിന്റെ തലമുറയ്ക്കകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന്. ഇന്ന് മനുഷ്യനല്ല നോക്കണേ, മനുഷ്യൻ ഉയർത്താൻ നിൽക്കുമല്ല. ഇവിടെ നോക്കിയോണേ, ഇച്ചിരേ പോകുന്ന കൊച്ചി എന്നിട്ട് പറയുക, നയമാന്റെ ഭാര്യയോട് പറയുക, ഈ കുഷ്ഠമുണ്ടല്ലോ, ഇത് മാറ്റാൻ പറ്റിയ ഒരുവനുണ്ട്, അവന്റെ പേര് എലീശ. ഇന്നത്തെ പേരാകുന്നത് ഇന്ന് പകൽക്കാലം നീ അറിയാത്ത ചിലത് നിന്റെ ഭവനത്തിൽ വരും. നീ അറിയാത്ത ചിലത് നിന്നെ തേടി വരാൻ പോവാ. ആത്മാവിനകത്തൊരു പ്രവചനം പറയുന്നത്, അവൻ അറിയാത്ത ചിലത് നിന്റെ ഭവനത്തിൽ വരും. അറിയാത്ത, വിശ്വസിക്കാൻ കേട്ടെടുത്തു, അറിയാത്ത ചിലത് ഇന്ന് പകൽ നീ പോലും പറയാതെ, നീ ആളെ വിട്ട് പറയണ്ട, അറിയാത്ത ചിലത് നിന്റെ ഭവനം തേടി വരാൻ പോവുക. ഇന്ന് പകൽക്കാലമാണ് നയമാനോട് പറഞ്ഞു, നയമാന്റെ ഭാര്യയോട് പറയാ, ഇച്ചിരി പോകുന്ന പെങ്കൊച്ച് പറയാ, സൗഖ്യമാക്കാൻ ഒരുവനെ ഉള്ളു കേട്ടോ. ഈ രോഗത്തെ സൗഖ്യമാക്കാൻ ഒരുവനെ ഉള്ളു. യേശുവിന് ദൈവത്തിന്റെ തേജസ്സുള്ള ഒരുവനുണ്ട്, ദൈവത്തിന്റെ പ്രവാചകനുണ്ട്, ദൈവത്തിന്റെ സൗഖ്യദായകനുണ്ട്. ഇന്ന് പകൽ ഏറ്റെടുത്ത് അത് എന്റെ മേലുള്ള ശുശ്രൂഷയാ, അത് എന്റെ മേൽ ദൈവം പകരാൻ പോവുക. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കരുത്? എന്റെ ഭവനത്തെ തേടി ജനം വരാൻ താമസമില്ല. എന്റെ ഭവനത്തിനകത്ത് അത്ഭുതം നടക്കാൻ പോവുക. ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന്, ദൈവം എന്റെ ഭവനത്തെ ഉപയോഗിക്കാൻ പോവുകയെന്ന്, ദൈവം എന്നെ ഉപയോഗിക്കാൻ പോവുകയെന്ന്. ഇന്ന് പകൽ എലീശയിലേക്ക് തിരിഞ്ഞു നോക്കണം. അവിടെ കാളയെ പൂട്ടിക്കൊണ്ട് നിന്നവനാ, സ്വർഗം ഒരു അഭിഷേകം ഇട്ടപ്പോ അവന്റെ മുന്നിൽ യോർദാൻ വഴി മാറി. ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിഞ്ഞു, നീ നിന്നിടത്ത് നിന്നുകൊണ്ട് നീ ചെയ്തതെന്താണല്ല എന്റെ ചോദ്യം, നീ എന്ത് ചെയ്തെന്നല്ല ചോദ്യം. നിന്നെ തമ്പുരാനാ വിളിച്ചെങ്കിൽ, എന്ത് കർത്താവാ വിളിച്ചെങ്കിൽ, അവൻ നിന്റെ മേൽ ഒരു പുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ മുന്നിൽ ചില യോർദാൻ വഴി മാറാൻ പോകുക. നിന്നെ കർത്താവ് ഉയർത്താൻ പോകുക. അവന്റെ തേജസ് നിന്റെ മേൽ വന്നു, അവന്റെ തേജസ് നിന്റെ മേൽ വന്നു. ജാതികൾ നിന്നിലേക്ക്, രാജാക്കന്മാർ നിന്നിലേക്ക്. ഈ പകൽ വിശ്വസിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇത്തരം മുതൽ പെണ്ണ് പറയുക, നയമാന്റെ ഭാര്യയോട് പറയുക, ഇതിനെ മാറ്റുവാൻ പറ്റുന്ന ഒരുവനെ ഉള്ളൂ. ദൈവം കൂടെ നിൽക്കുന്ന ഒരു പ്രവാചകനുണ്ട്, അവൻ എലീശയുടെ അടുത്തിരുന്ന ഈ കുഷ്ഠം മാറിപ്പോ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ മാത്രം
വിശ്വസിക്കുന്ന എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? യാമീൻ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ അറിയണം, തന്നെത്താൻ പുകഴാതെ താഴ്ത്തി ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ നിൽക്കണം. ഹല്ലേലൂയ. എവിടെങ്കിലും മഹാനാകാൻ ശ്രമിക്കല്ലേ, എവിടെങ്കിലും മഹാനാകാൻ നിൽക്കില്ലേ. കർത്താവിന്റെ ആത്മാവ് കൂടെ ഉള്ളതിനായി സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല. മഴ പെയ്താലും ഭൂചലനമുണ്ടായാലും എന്ത് ചെയ്താലും അവൻ പറഞ്ഞതിനെ പറയുന്നവരായി. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ഈ നാളുകൾ നിങ്ങൾ ഗൗരവത്തോടെ പ്രാർത്ഥിക്കണം. ദൈവം ലോകത്തെ ന്യായവിധിക്ക് വേണ്ടി മാറ്റും. ദൈവമക്കളെ തൊട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇന്ത്യക്കകത്ത്. ദൈവമക്കൾക്കെതിരായി ചലിക്കുന്നുണ്ട്. ഇന്ന് ഇന്ന് അടച്ചപ്പം സന്തോഷിക്കണ്ട, നിനക്കുള്ളത് ദൈവം തമ്പുരാൻ തരാൻ പോവുക. നീ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെയും പ്രവാചകന്മാരെയും ശിഷ്യന്മാരെയും തൊട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം 2025 നിന്റെ വീടിന്റെ അടിസ്ഥാനത്തെ തമ്പുരാൻ ഇളക്കി മാറ്റിയിട്ട് ദൈവം ആരെന്ന് വെളിപ്പെടുത്തുവാൻ അധികം കാലമൊന്നുമില്ല. വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ പറഞ്ഞൊരു വാക്കാ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വം കൊടുത്ത് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ വിശ്വസിച്ച് നിൽക്കുന്ന എലീശ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ അസാധാരണനാക്കി മാറ്റിയത് ദൈവത്തിന്റെ തേജസ്സാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. അമ്മ അതോടടുത്ത് പ്രാർത്ഥിക്കാൻ പോവാ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതിന് രൂത്ത് അത് കണ്ടോ, 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതിന് രൂത്ത് നിന്നെ വിട്ടുവരുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്തേക്കൊക്കെ ഞാനും പോരും. ദൈവത്തോട് നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെയും ദൈവമാണ്. എത്ര പേർ വിശ്വാസത്തോടെ പറയുന്നുണ്ട്? കർത്താവിനെ നോക്കിക്കൊണ്ട് പറയാൻ പറ്റുമോ? നിന്റെ ദൈവം നിന്റെ ജനം എന്റെ ജനമാ, നിന്റെ ദൈവം എന്റെ ദൈവം. ആമി 17-ാമത്തെ വാക്യം പറയും, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. ആമി അടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവയ്ക്ക് തക്കവണ്ണം അധികം എന്നോട് ചെയ്യുമാറാകട്ടെ. ഞാൻ നിന്നെ വിട്ടുപിരിയത്തില്ല. എത്ര പേര് പറയുന്നുണ്ട്? ഈ ആത്മാവിനെ വിട്ടുപിരിഞ്ഞിട്ടുള്ള ഒന്നും എനിക്ക് വേണ്ട. ഈ കർത്താവിനെ വിട്ടുപിരിഞ്ഞിട്ടുള്ള ഒന്നും എനിക്ക് വേണ്ട. ഈ ഭൂമിയിൽ എന്തെല്ലാം മഹത്വം എനിക്ക് തരാമെന്ന് പറഞ്ഞാലും അമ്മ യേശുവിനോട് പറഞ്ഞ പോലെ ഇവിടെ നീ ഒന്ന് വണങ്ങുകയാണെങ്കിൽ ഈ ഭൂമിയിൽ പുതിയ അധികാരവും ഞാൻ നിനക്ക് തരാമെന്ന് പറയുമ്പോഴും സാത്താനോട് അമ്മ എന്നെ വിട്ടു പോവുക കൽപ്പിച്ച ഒരു കർത്താവുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നെ വിട്ടുപിരിയേണ്ടത് ഒന്നും എനിക്ക് വേണ്ടെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഈ ലോകത്തിലുള്ള എന്നെ എനിക്ക് ലഭിച്ചാൽ എന്റെ കർത്താവിനെ വിട്ടുപിരിയുന്ന ഒന്നും എന്റെ ജീവിതത്തിനകത്ത് വേണ്ട. ഇന്ന് പകൽക്കാലം എനിക്കൊരു ക്ലബിലെ മെമ്പർഷിപ്പോ അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന എന്തെങ്കിലും ഈ ഭൂമിയിൽ കിട്ടുന്ന ഒരു അധികാരവും എനിക്ക് വേണ്ട. എനിക്ക് കിട്ടേണ്ടത് എന്റെ കർത്താവിൽ നിന്ന് മാത്രമാണ്. ഞാൻ കർത്താവിനെ സേവിച്ച്, ഞാൻ കർത്താവിനെ ആരാധിച്ച്, ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തി അവന്റെ വരവിനായി ഞാൻ കാത്തിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ കർത്താവിനെ ആരാധിച്ചു, കർത്താവിനെ മഹത്വപ്പെടുത്തി, കർത്താവിന് വേണ്ടി നന്മ ചെയ്തുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കും. എന്തിനു വേണ്ടി? എന്റെ കർത്താവ് മടങ്ങി വരും. എന്റെ കർത്താവ് മടങ്ങി വരും. അവൻ അനേക ഭവനങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അവൻ പണിത് കഴിഞ്ഞാൽ അവൻ മടങ്ങി വരും. എന്നെ ചേർക്കുവോ? ഇന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ടോ? എത്ര പേര് വിശ്വാസത്തോടെ പറയും, എന്നെ ചേർക്കുവാൻ വേണ്ടി എന്റെ പ്രാണപ്രിയം വരും. ഹല്ലേലൂയ. ഞാൻ ഒരുക്കത്തോടെ ഇരിക്കുന്നു. അത് ഇന്നാകാം, നാളെയാകാം, അതിന്റെ വിഷയമല്ല. പക്ഷെ എന്റെ കർത്താവ് വരുമ്പോ ഞാൻ അവനോട് കൂടെ ഇരിക്കാം. ഞാൻ നിന്നെ വിട്ടുപിരിയത്തില്ല. എത്ര പേര് പറയും, ഞാൻ അവനെ വിട്ടുപിരിയത്തില്ല. ജീവനുള്ളിടത്തോളം കാലം, ജീവനുള്ളവരുടെ മധ്യത്തിൽ ഞാൻ എന്റെ യേശുവിനെ ഉയർത്തും. എനിക്ക് പുകഴാനില്ല, എനിക്ക് പ്രശംസിക്കാനില്ല. ഒരുവന്റെ നാമത്തെ മാത്രമേ ഞാൻ ഉയർത്തുന്നു. അതെന്റെ യേശുവിന്റെ നാമമാണ്. എന്റെ ശാപത്തെ മാറ്റിയവൻ, എന്റെ പാപത്തെ മാറ്റിയവൻ, എന്നെ പുതുമനുഷ്യനാക്കി തീർത്ത ഒരുവന്റെ നാമമുണ്ട്. അത് എന്റെ യേശുവിന്റെ നാമമാണ്. അവന്റെ ഹിതമല്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ വേണ്ട. എന്റെ ഹിതമല്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ വേണ്ട. എനിക്ക് ഉയർത്താനുള്ള ഒരുവന്റെ നാമം മാത്രമേ ഉള്ളൂ. അതെന്റെ കർത്താവിന്റെ നാമമാണ്. ഹല്ലേലൂയ. ഇന്ന് പുകഴാനോ പ്രശംസിക്കാനോ ഒന്നുമില്ലാതെ പറയണം,
പറയണം, ഹല്ലേലൂയ, എന്റെ കർത്താവ് എന്റെ കൂടെയുള്ളതിനായി ഞാൻ സ്തോത്രം ചെയ്യും. എത്ര ഒരു വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഞാൻ ഇതേ പറയുന്നുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിനൊന്നും മാറണമോ, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറണമോ, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വേഷം മാറിയിട്ട് കാര്യമില്ല. നിങ്ങൾ വേഷങ്ങൾ മാറ്റാൻ പറ്റും. വേഷങ്ങൾ മാറി ഒരുപാട് കാര്യങ്ങളുണ്ട്. വേഷം മാറിയിട്ടല്ല കാര്യം, നിങ്ങൾ ഡ്രസ്സ് മാറിയിട്ടല്ല കാര്യം, അല്ല നിങ്ങളുടെ ശരീരം കൊണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടല്ല കാര്യം. യേശു എന്ന ഒരുവൻ നിന്റെ ഹൃദയത്തിൽ വന്നാൽ നിനക്ക് രൂപാന്തരങ്ങൾ വരും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയ സൃഷ്ടിയല്ല, അവൻ പുതിയതായി തീർന്നു. ആത്മാവ് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പറയുന്നു, ഭൂമി പാഴും ശൂന്യമായിരുന്നു, എന്നാൽ ആത്മാവ് വന്നപ്പോ അവിടെ ജീവനുണ്ടായെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിലാണ് നിന്റെ മേൽ ജീവനെ തരുന്ന ഒരുവനെ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് യോഹന്ന 10:10 പറയുന്നത്, പിശാച് വരുന്ന അറക്കാനും മുടിക്കാനും മോഷ്ടിപ്പാനുമാണെങ്കിൽ ആമേ ഞാനോ നിന്നെ സമൃദ്ധിയായി ജീവനെ നൽകുവാനാ. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കണം, ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതുവാതിലുകളെ തുറക്കുന്ന സമയമാ. ഇന്ന് പകൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായി മാറണം. കർത്താവിനെ മാത്രം, അമ്മേ കർത്താവിനെ മാത്രം. ലോകം നിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിച്ചുകൊണ്ട് പോകാം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, അമ്മ ഒരു ദൈവസഭയോട് നീ ചേർന്ന് നിൽക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാ. അല്ല ദൈവസഭയ്ക്കകത്തൊരു മെമ്പർഷിപ്പിന് വേണ്ടി ആകല്ല്, ഒരു മരണത്തിന് ശവടക്കാൻ വേണ്ടി ആകല്ല്, ഒരു കല്യാണം നടത്താൻ വേണ്ടി ആകരുത്. ആമെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ നിൽക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാനാ. ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാ എന്റെ ജീവിതത്തിൽ കിട്ടുന്ന അവസരമാണെങ്കിൽ ഞാൻ എന്റെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവാണ് അവനെ ഉയർത്തുന്നിടത്ത് മാത്രമേ ഞാൻ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ യേശുവിനെ ഉയർത്തുന്നിടത്ത്, യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നിടത്ത് തന്നെത്താൻ ഇന്ന് പകൽക്കാലം പുകഴരുത്. അവൻ നിന്റെ കൈ കൊണ്ട് ഒരു അത്ഭുതവും നടക്കത്തില്ല, നിന്റെ നാവ് കൊണ്ട് ഒരു പ്രവചനവും വെളിപ്പെടുത്തില്ല. ദൈവാത്മാവ് നിന്റെ കൂടെ ഇരുന്നാൽ അത്ഭുതകരമായ പ്രവചനങ്ങളും അത്ഭുതകരമായ രോഗസൗഖ്യങ്ങളും നിന്റെ മേൽ ദൈവം തമ്മിൽ ചെയ്യും. ഇന്ന് പകൽക്കാലം പറഞ്ഞ എന്റെ ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ അല്ല, അവന്റെ കൃപയൊന്ന് മാത്രമാ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവരെല്ലാം കണ്ണുകളെ അടച്ചാട്ടെ. Father, I thank you, Lord. Hallelujah. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന് ദൈവവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവേ, യേശു കർത്താവ് ഏകജാതനായി ജനിച്ചുവെങ്കിൽ പിതാവാം ദൈവം അവനെ ആദിജാതനാക്കി മാറ്റി. ഞങ്ങളിന്ന് ക്രിസ്തുവിൻ്റെ ഭവനക്കാരായി കർത്താവ് ക്രിസ്തുവിൻ്റെ ജീവൻ ഞങ്ങളുടെ മേൽ പകർന്നു. ഇന്ന് പകലിൽ ആത്മാവിൽ പ്രാർത്ഥിക്കണം. സ്വർഗം ഞങ്ങളെ കൂടെ ഇരിക്കുന്നതിനാൽ കർത്താവ് ഒരു പുതിയ മണ്ഡലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഉപയോഗിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് വചനം കേട്ട ഓരോരുത്തരുടെ മേലും അങ്ങയുടെ കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് അങ്ങയുടെ കരുണ വ്യാപരിക്കണമെന്ന്, ദൈവ സാന്നിധ്യം വെളിപ്പെടണമെന്ന് ഓരോരുത്തർക്കായി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നപ്പ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ആമേ സ്വർഗത്തിൻ്റെ മർമ്മങ്ങളെ ഇവർക്ക് വെളിപ്പെടുത്തി ദൈവം കൊടുക്കുന്നതിനാണ് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുക. കർത്താവിൻ്റെ കരുതൽ വെളിപ്പെടണം, കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.